ജില്ലാ സമ്മേളനം ഔദ്യോഗികപരമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഏകദേശം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന് ഒറ്റപ്പാലം ജനമനസ്സുകളിൽ ഇടം നേടിയ വ്യക്തിയാണ് നമ്മുടെ MLA. അതേപോലെ ഒറ്റപ്പാലക്കാരുടെ ഏത് പ്രശ്നത്തിലും ഓടിയെത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് LLB നേടിയെടുക്കുകയും ചെയ്തു. അതോടൊപ്പം ഇന്ന് കൃത്യം 10:30 വരാമെന്ന് MLA പറയുകയുണ്ടായി. തുടർന്ന് അടിയന്തരമായ ഒരു വിഷയം വന്നതുകൊണ്ട് MLAക്ക് അവിടെ പോകേണ്ടി വന്നിട്ടും അവിടുത്തെ ആ സാഹചര്യം, അതായത് പാലക്കാട് ജില്ലയിലെ ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കി ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ MLA പ്രേംകുമാർ അവരുടെ ആഗ്രഹമായി ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മെമ്മോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ ലേഡി ബ്യൂട്ടീഷ്യൻ ട്രഷറർ ബീന അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. പാലക്കാട് ജില്ലയിലെ ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിലാളികൾ ഇപ്പോൾ ഏകദേശം 2-3 വർഷക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യൂസർഫിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് MLAയുടെ മുമ്പാകെ പറയാനുള്ളത്. നമ്മുടെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 2023 നമ്മുടെ കേരളം പരിപൂർണമായി മാലിന്യ വിമുക്ത കേരളമാക്കി മാറ്റണം എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പാകെ തന്നെ KSDA സംഘടന ഗവൺമെന്റിലും അതേപോലെ പൊതുസമൂഹത്തിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തി 2019 മുതൽ 19, 20, 21 അങ്ങനെ ഈ 2025 വർഷമാകുമ്പോഴും ഒരു പ്രൈവറ്റ് കമ്പനിയായ ഗ്രീൻ ഫുഡ് ഓർ ആസ്ട്രോളജി കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ അല്ലാതെ കേരളത്തിലെ ഏകദേശം 9 ജില്ലകളിൽ വരുന്ന ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ വേസ്റ്റ് മാതൃകാപരമായി പ്രവർത്തനം നടത്തി ഈ സംഘടന മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിൽ നിന്നും കൊടുക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങിയത്. പക്ഷേ മാസം 100 രൂപ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് 1200, അതേപോലെ ഗ്രീൻവുഡ് കമ്പനിക്ക് ശുചിത്വമായി ബന്ധപ്പെട്ട് കൊണ്ടുകൊടുക്കുന്ന യൂസർ ഫീ ഏകദേശം 250 രൂപ മുതൽ നമ്മുടെ സ്റ്റാഫുകൾക്കനുസരിച്ച് ഒരു ബേസിക്കായി 250 രൂപ നൽകുന്നു. ഇങ്ങനെ 2 യൂസർ ഫീയും നൽകുന്ന സാഹചര്യത്തിൽ നമ്മുടെ തൊഴിലാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി MP രാജേഷ് അവറുകളുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ ഈ ഗ്രീൻ ഫുഡ് കമ്പനിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചർച്ച നടത്തിപ്പോയത്. അന്ന് നമ്മുടെ KSDA സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രദാസ് അവർ പങ്കെടുത്തു. അതേപോലെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീജിത്തും പങ്കെടുത്തു. ആ വേളയിൽ നമ്മുടെ മന്ത്രി പറയുകയുണ്ടായി, ഈ ഗ്രീൻ ഫുഡ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, ആ കമ്പനിയുടെ മഹത്വവും തൊഴിലാളികളുടെ പ്രവർത്തനവും മനസ്സിലാക്കി ഉടനെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീ, അതായത് ഒന്നെങ്കിൽ ഗ്രീൻ ഫുഡ് കമ്പനിക്ക് നൽകുന്ന യൂസർ ഫീ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക്. പക്ഷേ ഹരിതകർമ്മസേന മുഖാന്തരം കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഒരു നഗരസഭകളിലും കുടിമാലിന്യ സംസ്കരണം നടത്തുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് നമ്മുടെ മന്ത്രി അന്ന് പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഹരിതകർമ്മസേനയിൽ നിന്നും ഉള്ള ഒരു ഇളവ് നൽകാം, അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുകയുണ്ടായി. തുടർന്ന് 1-2 സിറ്റിംഗ് കൂടി വെച്ചിട്ട് ഈ 2025 സാമ്പത്തിക വർഷം ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പാകെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി
സ്വാഗതം പറഞ്ഞ സ്വാഗത സംഘത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ AK രമേശ്, പ്രിയപ്പെട്ട പ്രൊസീഡിയത്തിൽ അംഗങ്ങളായിട്ടിരിക്കുന്നവർ, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജില്ലാ സെക്രട്ടറി ശ്രീ K ഉണ്ണികൃഷ്ണൻ, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MP രവീന്ദ്രൻ, ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് MN തിലകം, വരവ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ CM ബാബുരാജൻ, വിശദീകരണം നടത്തുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ KK രവി, ഉപഹാര സമർപ്പണം നടത്തുന്ന ശ്രീ P സക്കീർ ഹുസൈൻ, K സുരേഷ്, N സുന്ദരൻ, K രാജേഷ്, മല്ലിക രാധാകൃഷ്ണൻ, ശ്രീ AB ബീന, ശ്രീമതി M ലതിക, ശ്രീമതി M ചന്ദ്രലേഖ, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ K സുരേഷ്, C ആനന്ദൻ, K ഭരത്കുമാർ, ശ്രീ P പ്രകാശൻ, ശ്രീ B ഹരീഷ് കുമാർ, ശ്രീ B മനോജ്, ശ്രീ KR മധു, ശ്രീ M മനോജ്, ശ്രീ A സുരേഷ്, ശ്രീ ശിവശൺമുഖൻ, അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്ന ജില്ലാ ട്രഷറർ ശ്രീ CM ബാബുരാജൻ ഉൾപ്പെടെ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 56ാമത് പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സമാദരണീയരായിട്ടുള്ള സംഘടനാ നേതാക്കളെ, സംഘടനയുടെ അംഗങ്ങളായി ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സംഘടനാ അംഗങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗം മനുഷ്യർക്ക് സംഘടന രൂപീകരിക്കാനും സംഘടിക്കാനും പ്രവർത്തിക്കാനും എല്ലാമുള്ള അവകാശം ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ KSBAയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർഷിക സമ്മേളനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയ പങ്കാളിത്തമാണ് നമ്മുടെ സമ്മേളനത്തിലുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രകടനത്തിലൊക്കെ അണിനിരന്ന് ഇവിടെ എത്തിച്ചേർന്നതിനുള്ള എല്ലാവർക്കും ആദ്യമേ തന്നെ ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്നവർക്കെല്ലാം ആ മേഖലയുടെ പ്രശ്നങ്ങൾ പറയാനും അവതരിപ്പിക്കാനും അതിൽ സ്വാഭാവികമായും വിജയം നേടുന്നതുവരെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ പ്രവർത്തിക്കാനും ഒക്കെ ഇട നൽകുന്ന നിലയിൽ സംഘടനകളുണ്ട്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു സംഘമാകുമ്പോൾ, ഒരു കൂട്ടായ്മയാകുമ്പോൾ, ഒരു പരിപാടിയും ഒരു ലക്ഷ്യവുമുള്ള പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായും അതിന് സമൂഹത്തെ, ജനങ്ങളെ, സർക്കാരിനെ ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആ അംഗബലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശരിയായ നേരായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും കഴിയും എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ചെറിയ എതിർക്കലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ അത് വഴി കെട്ടാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പൊട്ടിക്കാൻ കഴിയില്ല. അപ്പൊ ശക്തി എന്ന് പറയുന്നത് നാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. ഒരു മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും വിയോജിക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാകാം, യോജിക്കാൻ കഴിയുന്ന ഒരു കാരണത്തിൽ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആ സംഘടനയ്ക്ക് പൊതുവിൽ ഒരു ന്യായത്തിന്റെ, നേരിന്റെ, ശരിയുടെ പക്ഷത്ത് നിന്ന് സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കും. ആ നിലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങളെ അറിയാൻ, മനസ്സിലാക്കാൻ, അത് പരിഹരിക്കാൻ, ഇടപെടാനെല്ലാം ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് KSBAയുടെ 56ാമത് വാർഷിക സമ്മേളനത്തിൽ ഇത്രയധികം മികച്ച പങ്കാളിത്തം കുറച്ചുപേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപൂർവം കുറച്ച് ദിവസങ്ങളുടെ മുന്നിലുണ്ട്. നല്ല നിലയിലുള്ള പങ്കാളിത്തമുള്ള ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറിയിരിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിനെ, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ സ്വാഭാവികമായിട്ടും സംഘടനയ്ക്ക് അഭിപ്രായവും നിലപാടും പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും പുറത്ത് മനുഷ്യരിങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന നാടായ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രദേശവും മാറിയിട്ടില്ല എന്ന് തിരിച്ചറിയണം. ഇന്ത്യയിൽ എല്ലായിടത്തും സ്വാതന്ത്ര്യം നേടി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന് അതിന്റെ ഭരണഘടന നടപ്പിൽ വരുത്തപ്പെട്ട് 75 വർഷം പിന്നിട്ടു. ഈ കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ഡേ.
ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, അത് നൽകുന്ന സന്ദേശമൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി 75 വർഷമായിട്ടും ഇന്ന് ഇവിടെ KSBKയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത് പോലെ രാജ്യത്തെല്ലായിടത്തും മനുഷ്യർക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനാകുന്നില്ല. എന്താണ് കാരണം? കാരണം ജാതിയാണ്, കാരണം മതമാണ്. കാരണം ജാതി വിഭജനം എന്ന് പറയുന്നത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു തൊഴിൽ കേമമെന്നും ഒരു തൊഴിൽ മോശമെന്നും ഒരു കൂട്ടർ വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് അസ്പൃശ്യത, അവർക്ക് കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അകലം പാലിക്കണം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ആ വ്യവസ്ഥ അത് പിൻപറ്റി ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും തുടരുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ അതിന്റെ അടിമീറുന്നതാണ് നമുക്ക് സാധിച്ചു. നമ്മൾ അടുത്തിരിക്കുന്നയാളുടെ ജാതിയേതാണ്, മതമേതാണ്, തൊഴിലേതാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. തൊഴിൽ മേഖലയിൽ സ്വാഭാവികമായും ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും സ്വാഭാവികമായും ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന തൊഴിലിൽ ഒരു പക്ഷേ വ്യത്യസ്തത ഉണ്ടാകില്ല. അപ്പൊ ജാതി ഏതാണ് എന്ന് നോക്കി മനുഷ്യരെ വിലയിരുത്തുകയും മനുഷ്യരെ തൊടുകയും ചെയ്യുന്ന നിലയിൽ നിന്ന് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 10 വർഷം കഴിഞ്ഞാണ് കേരളത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ആദ്യമായിട്ട് 1957. കേരളം എന്ന സംസ്ഥാനം ഉണ്ടാകുന്നത് 56-ലാണ്. പരശുരാമൻ മറുകഴിഞ്ഞിട്ടല്ല കേരളം ഉണ്ടാകുന്നത്. 56-ൽ കേരളം എന്ന സംസ്ഥാനം നവംബർ 1-ന് രൂപീകരിക്കപ്പെട്ടു. അന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. സാമൂഹ്യ സുരക്ഷാ നടപടികളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. 48 വയസ്സായാൽ ശരാശരി മലയാളി മരിച്ചു പോകുന്ന നാടായിരുന്നു നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കുന്ന കാലത്തെ സാഹചര്യം. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ 1. ഇന്ത്യയിലെ ഏത് പരിഷ്കൃത വികസിത സമൂഹത്തിലും അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ അതിനേക്കാൾ കേവലമായി ലഭിക്കുന്ന നാട് നമ്മുടെ കേരളമാണ്. ഞാൻ നിങ്ങൾ പറയുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് സ്വന്തം മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ മികവോടെ അവർക്ക് പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം നമ്മുടെ കേരളം. ആരോഗ്യരംഗത്ത് ലോകത്തിൽ മാതൃകയാകുന്ന സംസ്ഥാനം നമ്മുടെ കേരളം. പണമുള്ളവർ ചികിത്സ നമുക്ക് എല്ലാവർക്കും കിട്ടും. പോക്കറ്റിൽ ലക്ഷങ്ങളുണ്ടെങ്കിൽ അഥവാ ലക്ഷക്കണക്കിന് രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സയുണ്ട്. എന്നാൽ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടു, അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ പോളിസി എടുത്ത് സാധാരണക്കാരന് പോളിസി ഡിസംബർ 31 അവസാനിക്കുകയാണ്. ആളുകൾ 31 രാത്രി 12 മണിയായാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പോളിസി പുതുക്കാനുള്ള പണമില്ലെങ്കിൽ 1-ാം തീയതി നിങ്ങൾക്ക് ചികിത്സയില്ല. നിങ്ങളെ വീട്ടിലേക്ക് മാറ്റും. നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പണമുണ്ടോ നിങ്ങൾക്ക് ചികിത്സയുണ്ട്. എന്നാൽ കേരളം പറഞ്ഞു, നിങ്ങൾക്ക് പണമില്ലെങ്കിലും നിങ്ങളുടെ ചികിത്സ സമൂഹം എന്ന നിലയിൽ, നാടെന്ന നിലയിൽ ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പറയുന്ന സമൂഹമാണ് കേരളീയ സമൂഹം എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അങ്ങനെയാണ് ചൈതന്യ ടീച്ചറെ അമേരിക്കയിലേക്ക് വിളിച്ചവരാദരിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് നിങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് അങ്ങോട്ട് വിളിച്ചാദരിച്ചത്. നമ്മുടെ നാട്ടിൽ താഴെ തലം വരെയുള്ള ആരോഗ്യ സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞ ആയുർദൈർഘ്യം, ഇന്ന് ഇന്ത്യൻ ശരാശരി ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കാളും മലയാളി 10 കൊല്ലം അധികം ജീവിക്കും. ഇന്ത്യയുടെ ശരാശരി ആയുസ് 68-70 വയസ്സാണ്. എന്നാൽ കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം 78-80 വയസ്സാണ്. അതിനർത്ഥം 40 വയസ്സോ 50 വയസ്സോ ആയ ആരും മരിക്കുന്നില്ല എന്നല്ല. ഒരു ശരാശരി മലയാളി കേരളത്തിൽ ജനിച്ചു ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്നതിനേക്കാളും 10 കൊല്ലം അധികം ജീവിക്കും. ആ നിലയിലേക്ക് നമ്മുടെ നാട് മാറി, നമ്മുടെ സമൂഹം മാറി. സാമൂഹ്യ സുരക്ഷാ നടപടികൾ
ഇവിടെ ഇപ്പോ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമനിധികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനമാണ്. എല്ലാ തൊഴിൽ മേഖലയിലുള്ളവർക്കും ക്ഷേമനിധിയുണ്ട്. എന്നാൽ എന്താണ് ഇപ്പോഴുള്ള നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ പൊതുവിലുള്ള പ്രതിസന്ധി? എന്താണ് അത് നിങ്ങളോട് പറയാതിരുന്ന കാര്യമില്ല. വസ്തുത ഏതാണ്? നിങ്ങൾ നോക്കൂ, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി. മഹാപ്രളയത്തിൽ കേരളത്തിൽ മരണപ്പെട്ടതിനേക്കാൾ അധികം മനുഷ്യർ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടു. രാത്രി 10 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ടിവിയൊക്കെ കണ്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ രാവിലെയാകുമ്പോൾ അവരിരുന്ന വീടില്ല, അവരിരുന്ന പറമ്പില്ല, അവരിരുന്ന തോട്ടമില്ല, എവിടെയാണെന്നറിയില്ല, ഒന്നാലോചിച്ച് പോയിരിക്കുകയാണ്. പ്രളയത്തിൽ മരിച്ചതിനേക്കാൾ ഏറെ മനുഷ്യർ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു. അച്ഛനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെയല്ല. 154 ദിവസമെടുത്തു രാജ്യത്തെ ഗവൺമെന്റിന്. 2 ഗവൺമെന്റ് ഉണ്ട് നമുക്ക്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒന്ന് യൂണിയൻ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്. ഒന്ന് സംസ്ഥാന ഗവൺമെന്റ്, മറ്റൊന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യയുടെ ഗവൺമെന്റ് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചത് 154ാമത്തെ ദിവസമാണ്. ബാർബർമാരെയും ബ്യൂട്ടീഷ്യന്മാരെയും ഒഴിവാക്കിയിട്ടുള്ള ഒരു നാട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. മനുഷ്യർക്ക് ഭംഗിയായി വൃത്തിയായി നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോ ഈ ജനാധിപത്യ കാലത്ത് മാത്രമല്ല, രാജ്യഭരണ കാലത്തും നിങ്ങളുടെ പൂർവികർ ആ പങ്കൊക്കെ നന്നായി നിർവഹിച്ചവരാണ് ചരിത്രപരമായി എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന സമൂഹം എന്ന നിലയിൽ ഈ മേഖലയിലുള്ളവർ ഉയർത്തുന്ന പ്രശ്നം, നേരത്തെ ബ്യൂട്ടീഷ്യന്മാർക്ക് അധികം ഉണ്ടായിരുന്നില്ല. ബാർബർമാരുണ്ട്, ബ്യൂട്ടീഷ്യന്മാരില്ല. ബാർബറും ബ്യൂട്ടീഷ്യനും ഉണ്ട്. ഒരു കല്യാണം നന്നായി നടക്കണമെങ്കിൽ ബ്യൂട്ടീഷ്യൻ വിചാരിച്ചാലേ പറ്റൂ. വരനായാലും വധുവായാലും അതിനൊക്കെ നല്ല പ്രാധാന്യം ലഭിക്കുന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തൊക്കെ നമുക്ക് നന്നായി ഉൾക്കൊള്ളാൻ സാധിക്കണം, ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ആ മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് കാണാനാകണം. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ, സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാനാകണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ഉയർത്തിപ്പിടിക്കാനാകണം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എനിക്കെന്ത് കിട്ടും എന്ന് നോക്കുന്നത് തെറ്റല്ല. നാം എന്ത് ഈ നാടിന്, സമൂഹത്തിന് നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മോടൊപ്പം എത്താത്തവർ, നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ, പല നിലയിലുള്ള കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവർ, പ്രയാസം അനുഭവിക്കുന്നവർ, അവരെ ചേർത്ത് പിടിക്കാനുള്ള പരിശ്രമങ്ങളിൽ വ്യക്തി എന്ന നിലയിൽ, വ്യക്തികൾ ചേർന്ന സംഘടന എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നമുക്ക് കഴിയാവുന്നത് പോലെ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ജീവിതത്തിൽ കോവിഡും പ്രളയവും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന പാഠങ്ങളാണ്. നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങായി തണലായി നിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നല്ല നിലയിൽ പങ്കാളികളാകാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് എന്നും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം എന്നതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമ്മേളനത്തിൽ ഒട്ടേറെ അജണ്ടകളുണ്ട്. ഒരു നിര നേതാക്കൾ ഇവിടെയുണ്ട്. ഒരു മുഴുവൻ ദിവസ സമ്മേളനമാണ്. നല്ല മികവോടെ നല്ല സംഘാടന നടത്തിയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനം നിശ്ചയിച്ച് ഉടനെ തന്നെ ഇതിന്റെ ഭാഗമായി ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് എന്നെ 1-2 ക്ഷണിച്ചതാണ്. ഞാൻ പറയാം, അപ്പൊ അത്ര മുന്നൊരുക്കത്തോടു കൂടിയാണ്. അതിനുശേഷം അത് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ സംഘടനാ ഭാരവാഹികൾ കാണിക്കുന്ന താല്പര്യത്തെ, ശുഷ്കാന്തിയെ, അവരുടെ നല്ല മനസ്സിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സംഘടന എന്ന നിലയിൽ അതിന്റെ സമ്മേളനം ചുരുക്കം പറഞ്ഞാൽ ഒരു തിരിച്ചുകൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി പോരായ്മ ഉണ്ടാകും. ഒന്നും ചെയ്യാത്തവർക്ക് ഒരു കുറ്റം ഉണ്ടാവില്ല, ചെയ്തവർക്ക് ചെയ്തതിന്റെ കുറ്റം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സംഘടന എന്തെങ്കിലുമൊക്കെ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൽ സ്വാഭാവികമായും നേട്ടമുണ്ടാകും, കുറവുണ്ടാകും. നേട്ടങ്ങൾ നിലനിർത്തി കുറവുകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള ഊർജമാണ് ഈ സമ്മേളനം നിങ്ങൾക്ക് നൽകുക. അപ്പോ അടുത്ത ഒരു സമ്മേളന കാലയളവ് വരെ നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള നേതൃത്വത്തെ കൂടി തെരഞ്ഞെടുക്കുന്ന ഒന്നായി ഈ സമ്മേളനം മാറും. അങ്ങനെ ഈ സംഘടനയെ കൂടുതൽ പുതുമയുള്ള, കൂടുതൽ കരുത്തുള്ള,
കൂടുതൽ ശേഷിയുള്ള നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന സംഘടനയാക്കി മാറ്റുന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ജില്ലയുടെ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റപ്പാലത്ത് വെച്ച് നടന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിന്റെ ഉദ്ഘാടകനായത്. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിലും ഒറ്റപ്പാലത്ത് ജില്ലാ സമ്മേളനം നടത്താൻ സാധിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം വളരെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ട് പോലും നമുക്ക് മികച്ച ഒരു സാമ്പത്തിക വൽക്കരണം നമ്മുടെ തൊഴിൽ മേഖലയിൽ ഇന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ചിന്തിക്കപ്പെടേണ്ട ഒരു വലിയ ചിന്തയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു പോകേണ്ടത്. എന്നാൽ ഭാരത സർക്കാരിന്റെ വിശ്വകർമ്മ യോജന, കേരള സർക്കാരിന്റെ ശ്രേഷ്ഠ തൊഴിൽ പുരസ്കാരം എന്നിവ നമ്മുടെ തൊഴിലിന്റെ സംസ്കാരത്തിന്റെ ലോകത്തിന്റെ നിലയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വിജയപ്രദമാണ് ഭാവിയിൽ ഈ തൊഴിൽ മേഖല സ്വീകരിച്ചു പോകേണ്ടത്.